അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽം വയത്തബിഉ കുല്ല ശൈത്വാനിൻ മരീദ്. വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവരും പരസ്പരം അറിയുന്നവരാണ്. തീർച്ചയായിട്ടും പ്രൊഫൗണ്ട് അക്കാദമി നടത്തുന്ന വൈജ്ഞാനികമായ മന്ത്ലി ടോക്കിങ്ങുകളിൽ ഒന്നിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ചിരിക്കുന്നത്. അപ്പം നവനാസ്തികത കേരളത്തോട് ചെയ്യുന്നത് എന്താണ്? അതാണ് വളരെ പ്രസക്തമായ, വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തെയാണ് നമ്മൾ ഈ മന്ത്ലി ഗ്യാതറിങ്ങിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. നവനാസ്തികത എന്താണ് എന്നൊരു ഹ്രസ്വമായ അതിൻ്റെ ഉത്ഭവവും അതിൻ്റെ ചരിത്രവും അതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളെയും ഒന്ന് പരിചയപ്പെട്ട് കേരളീയ പരിസരത്തിലേക്ക് നമുക്ക് കടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നവനാസ്തികത എന്നുള്ളത് നമ്മൾക്കറിയാം. 2001 സെപ്റ്റംബർ 11 ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് യൂറോപ്യൻ സമൂഹത്തിൽ ഉണ്ടായിത്തീർന്നിട്ടുള്ള, അമേരിക്കയിലും യൂറോപ്യൻ സമൂഹത്തിലുമൊക്കെ ഉണ്ടായിത്തീർന്നിട്ടുള്ള മതത്തോടുള്ള ഒരു വിമ്മിഷ്ടം, മതത്തോടുള്ള ഒരു മതവിരുദ്ധതയുടെ ഒരു തരംഗം, ആ ഒരു അന്തരീക്ഷത്തെ മുതലെടുത്തുകൊണ്ട് നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പുതിയൊരു ധാരയായി കടന്നു വന്ന ഒരു ധാരയാണ്, അല്ലെങ്കിൽ അങ്ങനെ കടന്നു വന്ന നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ മറ്റൊരു പതിപ്പിനെയാണ് നമ്മൾ ന്യൂ എയ്ത്തീസം എന്ന നവനാസ്തികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും അത് വളർന്നത് ഇസ്ലാമോഫോബിയയുടെ ഇന്ധനം ഉപയോഗിച്ചാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊരു അതിശയോക്തിയല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വായനയിൽ അതുമായി ബന്ധപ്പെട്ട എൻ്റെ മനസ്സിലെപ്പോഴും ഉടക്കി നിന്നൊരു വാക്ക് എന്നുള്ളത് ഇതൊരു നിയോ നാസി, അതുപോലെ തന്നെ സ്യൂഡോ ഇന്റലക്ച്വൽ മൂവ്മെന്റ് ആണ് എന്നുള്ളതാണ്. അതൊരു അതിശയോക്തിയായിട്ടുള്ള പ്രയോഗമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർത്തമാനമോ അല്ല, മറിച്ച് അതിൻ്റെ ആചാര്യന്മാരെയും അവരുടെ വർത്തമാനങ്ങളെയും നമ്മുടെ കേരളത്തിൽ പോലും അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യത്തെയും നമ്മൾ പരിശോധിച്ചാൽ, നമ്മൾ അതിനെ അപഗ്രഥിച്ചാൽ നമ്മൾക്ക് എത്താവുന്ന ഒരു തീർപ്പാണ് സത്യത്തിൽ ഈ പറഞ്ഞ വചനം, ഈ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. തീർച്ചയായും ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു ആചാര്യന്മാരെ പരിചയപ്പെടേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. കാരണം നവനാസ്തികതയെ ഒരു പ്രസ്ഥാനമായിക്കൊണ്ട് രൂപപ്പെടുത്തുന്നതിലും നവനാസ്തികതയെ ഒരു പ്രസ്ഥാനമായിക്കൊണ്ട് അടയാളപ്പെടുത്തുന്നതിലും 4 ഹോഴ്സ്മെൻ എന്നറിയപ്പെടുന്ന 4 കുതിരക്കാർ, ഈ നവനാസ്തികതയുടെ 4 കുതിരക്കാർ എന്ന് പറയുന്ന നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന റിച്ചാർഡ് ഡോക്കിൻസ് ദ ഗോഡ് ഡെലൂഷൻ എന്ന പുസ്തകം എഴുതിയ, അതുപോലെ തന്നെ സാം ഹാരിസ് ദ എൻഡ് ഓഫ് ഫെയ്ത്ത്, അതുപോലെ തന്നെ ക്രിസ്റ്റഫർ റിച്ചൻസിന്റെ ദ ഗോഡ് ഈസ് നോട്ട് ഗ്രേറ്റ്, അതുപോലെ തന്നെ പിന്നെ ഡാനിയൽ ഡെന്നറ്റിനെ ചില ആളുകൾ അതിലേക്ക്, കാരണം അദ്ദേഹത്തിന്റെ പുസ്തകം ബ്രേക്കിംഗ് ദ സ്പെൽ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പുസ്തകം വളരെ അക്കാദമികമായ നിലവാരം പുലർത്തുന്നുണ്ട് എന്നും, ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ സൂചിപ്പിച്ചതുപോലെ അവിടെ നിലനിന്നിരുന്ന ഒരു മതവിരുദ്ധത, ഈ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തോടനുബന്ധിച്ചും വാർ ഓൺ ടെറർ ക്യാമ്പയിൻ നമ്മൾക്കറിയാം, USSRന്റെ പതനത്തോടു കൂടി സാമ്രാജ്യത്വ ശക്തികൾക്ക് ഒരു ശത്രു എന്നുള്ള രൂപത്തിൽ അവർക്ക് പ്രതിഷ്ഠിക്കേണ്ടത് അനിവാര്യമായി വരുന്നു. അവിടെ ഇസ്ലാമും മുസ്ലിങ്ങളും കടന്നു വരുന്നു. മോഡേണിറ്റിയുടെ എതിർരൂപമായിക്കൊണ്ട്, അല്ലെങ്കിൽ പാശ്ചാത്യ നാഗരികത എന്നുള്ളത് ഏറ്റവും ഉത്തുംഗതമായ നാഗരികതയായിക്കൊണ്ട് അവതരിപ്പിക്കുകയും, ഇപ്പൊ സാമുവൽ ഹണ്ടിങ്ടണിനെ പോലുള്ളവരുടെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ അത് നമ്മൾ വായിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകുക എന്നുള്ളത്, പരിണാമ ദിശയിൽ ഏറ്റവും ഉയർന്ന വികാസം പ്രാപിച്ച സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് യൂറോപ്യൻ സമൂഹമാണ്. അതിന്റെ എതിർ ദിശയിലാണ് ഇസ്ലാമും മുസ്ലിങ്ങളും നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മതവിരുദ്ധതയെ ഇന്ധനമായി സ്വീകരിച്ചുകൊണ്ട് ആ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് നവനാസ്തികതക്ക് ഈ യൂറോപ്പിൽ വളർച്ചയുണ്ടാകുന്നത്. അതിൽ ഈ 4 ആളുകളാണ് ഏറ്റവും കൂടുതൽ അവരുടെ എഴുത്തുകൊണ്ടും പ്രഭാഷണം കൊണ്ടും സംസാരം കൊണ്ടും വലിയ സംഭാവനകൾ അർപ്പിക്കുന്നത്. അപ്പൊ അവരുടെ ഈ പുസ്തകങ്ങളൊക്കെ മലയാളത്തിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ കേരളത്തിലെ നവനാസ്തികരുടെ പ്രചോദനവും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയങ്ങളെല്ലാം അവർ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ പകർത്തുന്നത് ഇവരിൽ നിന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് സത്യത്തിൽ ഇവിടെയുള്ള നവനാസ്തികർ സത്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ ന്യൂ എയ്ത്തീസം എന്നുള്ള ദൈവനിഷേധത്തിന്റെ ചിന്താഗതിക്കാണ് നമ്മൾ എയ്ത്തീസം എന്ന് പറയാറുള്ളത്. അപ്പൊ ഈ എയ്ത്തീസത്തിന്റെ എന്തെല്ലാം അപജയങ്ങൾ യൂറോപ്പിൽ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം ഇതുപോലെ കേരളത്തിലും അതിനെ പകർത്തുന്നതിൽ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമോഫോബിയ ആയിരുന്നു അതിന്റെ ഇന്ധനം.
ഇവിടെ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ യൂറോപ്പിന്റെ ശത്രുവായി, അതുപോലെ തന്നെ യൂറോപ്പിന്റെ ശത്രുവായി മോഡേണിറ്റിയുടെ എതിർദിശയിൽ നിൽക്കുന്ന ശത്രുവായിക്കൊണ്ട് ഇസ്ലാമും മുസ്ലിങ്ങളും മുസ്ലിം സിവിലൈസേഷനും ഒക്കെ കടന്നു വരുന്നത് കൊണ്ട് തന്നെ അവിടെ സ്വാഭാവികമായും ഒരു ഇസ്ലാമിനോടുള്ള ഒരു വിരുദ്ധത, ഇസ്ലാമിനോടുള്ള വിരോധം അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിരുന്നു. അപ്പൊ ഇതിനെ വളരെ സമർത്ഥമായിക്കൊണ്ട് അവർ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. ഇപ്പോൾ സാം ഹാരിസ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ 4 കുതിരക്കാരിൽ ഈ പറയുന്ന ന്യൂ എയ്ത്തീസത്തെ വളർത്തുന്നതിലും അതിനെ അടയാളപ്പെടുത്തുന്നതിലും നമ്മൾ പറയുന്ന മുഖ്യമായിട്ടുള്ള പേരാണ് സാം ഹാരിസിന്റെ പേര്. ഈ സാം ഹാരിസ് എന്നുള്ളത് കടുത്ത ഇസ്ലാമോഫോബാണ് എന്നുള്ളത് നമ്മൾ മാത്രം പറയുന്ന ഒരു വാദമല്ല, മറിച്ച് അവിടെ തന്നെയുള്ള എയ്ത്തിസ്റ്റുകളിൽ പല ആളുകളും അതുപോലെ തന്നെ അവിടെയുള്ള പാശ്ചാത്യ ചിന്തകരിൽ പലരും പലതവണയായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഈ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള മുസ്ലിം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസാരങ്ങൾക്കെതിരെ നിരന്തരം നിലകൊള്ളുന്നതായിക്കൊണ്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ന്യൂ എയ്ത്തിസം എന്നുള്ളത് മതം ഒരു പ്രശ്നമാണ്. മതത്തിന്റെ പ്രശ്നങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യുക എന്നുള്ള പരമ്പരാഗതമായ ഒരു യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ സവിശേഷതകളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം ആയിരുന്നില്ല. മറിച്ച് അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായിക്കൊണ്ടുള്ള വലതുപക്ഷ ഇസ്ലാമോഫോബിയ അതിന്റെ ഭാഗമായി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇപ്പൊ സാം ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം റിച്ചാർഡ് ഡോക്കിൻസ് ബ്രിട്ടനിലാണ്. അതേപോലെ തന്നെ സാം ഹാരിസ്, അതുപോലെ തന്നെ ഡാനിയൽ ഡെന്നറ്റ്, പിന്നെ അവരൊക്കെ എന്താ പറയുക അമേരിക്കക്കാരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്രാജ്യത്വം നടത്തുന്ന എന്തെല്ലാം അധിനിവേശങ്ങളുണ്ടോ, എന്തെല്ലാം തെമ്മാടിത്തങ്ങളുണ്ടോ, അതിനൊക്കെ ന്യായീകരിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരായിക്കൊണ്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിന്റെ ഒരു പ്രധാന കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വെറുപ്പാണ്. ഇപ്പൊ ഇറാഖിന് നേരെയുള്ള അമേരിക്കയുടെ അധിനിവേശം, ഈ അധിനിവേശത്തെ ന്യായീകരിക്കുമ്പോൾ സാം ഹാരിസ് കൊണ്ടുവരുന്ന ഒരു യുക്തി എന്താണെന്ന് വെച്ചാൽ കോളോണിയൽ യുക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് വളരെ സിവിലൈസ്ഡ് ആയ നമ്മളെപ്പോലുള്ള ആളുകൾ ഈ ഇറാഖിൻ ജനതയെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി സ്വയം സഫറിങ്സ് നമ്മൾ ഏറ്റെടുക്കുകയാണ്. ഇങ്ങനെയാണ് അദ്ദേഹം ന്യായീകരിച്ചുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റിൽ അദ്ദേഹത്തിന്റെ ഒരു ദീർഘമായിക്കൊണ്ട് ലേഖനത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ വ്യക്തമായിക്കൊണ്ട് എതിർപക്ഷത്ത് മുസ്ലിങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവിടെ നീതിയോ ന്യായമോ മനുഷ്യത്വമോ മാനവികതയോ പ്രശ്നമാകാത്ത രൂപത്തിലുള്ള ആഖ്യാനങ്ങളും അത് എത്ര വലിയ തെമ്മാടിത്തമാണെങ്കിലും അത് സംഭവിക്കേണ്ടതാണ്. അത് ലോകത്തിന്റെ നന്മക്കും മുന്നോട്ട് പോക്കിനും വലിയൊരു നന്മ ചേർന്ന പ്രവർത്തനമാണ് എന്ന രൂപത്തിലാണ് അവരൊക്കെ എന്ത് ചെയ്ത് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിന്റെ അടിത്തറ എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മതവിരുദ്ധതയായിരുന്നു. രണ്ടാമത്തേത് ഏറ്റവും ഇതിന്റെ അടിസ്ഥാന പ്രമാണം എന്നുള്ള സയന്റിസമാണ്. ഈ സയന്റിസം എന്നുള്ളത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. സയൻസ് അറിവിന്റെ മാർഗങ്ങളിൽ ഒരു മാർഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ മനസ്സിലാക്കുന്നതിന് പകരം സയൻസിലൂടെ പുറത്തു വരുന്ന വിജ്ഞാനങ്ങൾ മാത്രമാണ് യഥാർത്ഥമായിട്ടുള്ളത്, അതിന് മാത്രമേ നമ്മൾക്ക് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സയൻസിന് പോലും ഇല്ലാത്ത ഒരു സ്യൂഡോ സയന്റിഫിക് ആയിട്ടുള്ള ആശയങ്ങളാണ് അവര് സയന്റിസത്തിന്റെ പേരിൽ എന്ത് ചെയ്ത് സയൻസിന്റെ വക്താക്കളായിക്കൊണ്ട് അവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. അപ്പൊ ഈ സയന്റിസത്തിന്റെ ആകെ എല്ലാ സമൂഹത്തിലെ പ്രശ്നങ്ങളും ഞാൻ ഇതിലേക്ക് കേരളത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഈ ഉത്ഭവത്തിന്റെയും ഇതിന്റെ പ്രധാനപ്പെട്ട വക്താക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാമൂഹിക പ്രശ്നങ്ങളുടെയും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവര് അതിനെ അനലൈസ് ചെയ്യാനുള്ള അവരുടെ കയ്യിൽ ആകെയുള്ള ടൂൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് മതവിരുദ്ധതയാണ്, പിന്നെ പറയുന്നത് ഈ സയന്റിസ്റ്റ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഭൂലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മതമാണ്. വളരെ ലളിതമായ യുക്തിയിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത് കാര്യങ്ങളെ കാണുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മതത്തെ തുടച്ചു നീക്കിയാൽ മതത്തിന്റെ ഈ പറയുന്ന അന്ധവിശ്വാസങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഈ മിഥ്യാധാരണകളെ ഒക്കെയാണ് മതം എന്ന് പറഞ്ഞാൽ അതിനെ തുടച്ചു നീക്കിയാൽ സമൂഹത്തിൽ ഒരുപാട് മുഴുവൻ പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവര് ആത്യന്തികമായി വാദിക്കാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ആ മതവിരോധത്തിൽ അവർ ഏറ്റവും പ്രശ്നമായി കണ്ടത് ഇസ്ലാമിനെയാണ്. ഇസ്ലാമിനെ എന്ന് പറയുമ്പോൾ ഞാൻ സാം ഹാരിസിനെ ഉദ്ധരിച്ചു. സാം ഹാരിസ് എന്ന് പറയുന്നത് ഇറാഖിലെ അധിനിവേശം, അതുപോലെ തന്നെ സ്വതവേ ഈ നവനാസ്തികർ ഇസ്ലാം വിരുദ്ധത കൊണ്ട് എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് സയനിസ്റ്റ് പ്രേമം എന്നുള്ളത്. അത് ഞാൻ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി വിശദീകരിക്കാം. പക്ഷെ ഈ സയനിസ്റ്റ് ഇപ്പോ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശം, ക്രൂരമായ നരഹത്യകൾ സാം ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം അത് സംഭവിക്കേണ്ടതാണ്. ഈ വളരെ അപരിഷ്കൃതരായ ഈ മനുഷ്യരെ തുടച്ചു നീക്കുന്നതിനുള്ള ഏത് പ്രവർത്തനവും അത് എങ്ങനെ ചെയ്താലും അവരെ സംബന്ധിച്ചിടത്തോളം അത് ന്യായീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന അവരെ എത്തിച്ചേർന്നിരിക്കുന്ന മുസ്ലിം വിരുദ്ധതയുടെ ആഴം എന്നാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകാം. അപ്പൊ സാം ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംഭവങ്ങളും സന്ദർഭങ്ങളും നമ്മൾക്ക് ഉദ്ധരിക്കാൻ പറ്റും. അദ്ദേഹം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ എൻഡ് ഓഫ് ഫെയ്ത്ത്, ആ ഫെയ്ത്തില് ദ പ്രോബ്ലം വിത്ത് ഇസ്ലാമുമായിട്ടുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഇത് ഞാൻ പറഞ്ഞ പോലെ ക്ലാഷ് ഓഫ് സിവിലൈസേഷനിൽ അവർ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്ന ഒരു ആശയത്തെ തന്നെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, പ്രൊജക്ട് ചെയ്യുന്നത്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ പരിഷ്കൃതർ എന്ന് പറഞ്ഞാൽ അത് പാശ്ചാത്യർ,
അതേസമയം സിവിലൈസ്ഡ് അല്ലാത്ത സൊസൈറ്റി, അദ്ദേഹം പറയുന്നത് ചരിത്രം നിലച്ചുപോയ നാഗരികത, അതാണ് ഇസ്ലാം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പരിഷ്കൃതർ എന്ന് പറഞ്ഞാൽ അത് പാശ്ചാത്യരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കിഴക്ക് എന്ന് പറഞ്ഞാൽ അത്ര പരിഷ്കൃതരല്ലാത്ത, അസഹിഷ്ണുക്കളായ, ഇങ്ങനെ എല്ലാ തിന്മകളുടെയും സ്രോതസ് ആയിട്ടുള്ള ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന വ്യക്തിത്വങ്ങളാണ്. അപ്പൊ അതിനെതിരെയുള്ള എല്ലാ മൂവ്മെന്റ്സിനെയും ഇതുകൊണ്ട് ന്യായീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് സാം ഹാരിസ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്നുള്ളത്. മാത്രമല്ല, അദ്ദേഹം നമ്മൾ വിചാരിക്കേണ്ടത് മതത്തെ ആരെങ്കിലും തെറ്റായി വ്യാഖ്യാനിച്ച് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്ന ആളുകൾക്കെതിരെയാണ് ഈ ന്യൂ എയ്റ്റീസത്തിന്റെ ആളുകൾ സംസാരിക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. സാം ഹാരിസ് അത് വളരെ വ്യക്തമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഖുർആനിനെ നെഞ്ചിലേറ്റി ഖുർആനിനെ സംശീകരിച്ച ആളുകൾ, ആ ആശയത്തോട് തന്നെയാണ് നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് ഒരു സംശയത്തിനിടയില്ലാത്ത വിധം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. അഥവാ ഇന്ന് നമ്മുടെ കേരളത്തിലെ ചില നാസ്തിക ആചാര്യന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്ലിം അല്ല ഇസ്ലാമാണ് പ്രശ്നം എന്നുള്ള ആ സംഗതി, അത് അദ്ദേഹം വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അഥവാ നിങ്ങൾ ഇസ്ലാമിനെ സ്വീകരിച്ചിട്ട് യഥാർത്ഥ ഇസ്ലാമിനെ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രശ്നമാണ്, നിങ്ങൾ അസഹിഷ്ണുവാണ്. അങ്ങനെ നിങ്ങൾക്ക് കിട്ടാവുന്ന കുറെ ടാഗുകൾ അതിന്റെ ഭാഗമായിക്കൊണ്ട്, അല്ലെങ്കിൽ യൂറോപ്പ് നിലനിൽക്കുന്ന മൂല്യങ്ങൾക്ക് എതിർദിശയിൽ നിൽക്കുന്ന ഒരാളായിക്കൊണ്ട് നിങ്ങളെ ചിത്രീകരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ റിച്ചാർഡ് ഡോക്കിൻസ് ഇതിന്റെ പിറകിലൊന്നല്ല. റിച്ചാർഡ് ഡോക്കിൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള മതവിരോധം, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് നേരെ അദ്ദേഹം നിരന്തരം പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം മുസ്ലിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ട്വീറ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഹാഷ്ടാഗ് എന്നുള്ള ബാർബേറിയൻസ് എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം മുസ്ലിങ്ങളെ പറ്റി ഈ പറയുന്ന കിഴക്കിലുള്ള മിഡിൽ ഈസ്റ്റിലുള്ള ആളുകളെ പറ്റി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്നുള്ളത്. ഇപ്പോ നമ്മൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുന്ന ഒരു ഇസ്ലാമോഫോബിയുടെ വലിയ ഒരു ഉദാഹരണമായി നമ്മൾ പറയാറുള്ള ഒന്നാണ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു കുട്ടി. ആ കുട്ടി വീട്ടിലെ ഒറ്റക്ക് അസംബിൾ ചെയ്ത ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു. ആ ക്ലോക്കറ്റ് എന്ത് ചെയ്യുന്നു, ക്ലാസ് മുറിയിലേക്ക് വരുന്നു. പക്ഷേ സ്കൂളിലെ മാനേജ്മെന്റും അധ്യാപകരും ചേർന്ന് പോലീസിനെ വിളിക്കുന്നു. ഒരു മുസ്ലിം കുട്ടി ഒരു ക്ലോക്കുമായി കടന്നു വരുന്നതിന് അത് ഒരു ബോംബായിക്കൊണ്ട് ചിത്രീകരിക്കാനുള്ള, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിന് നൽകപ്പെടുന്നതാണ് ഈ പോലീസിനെ വിളിക്കാനുള്ള ഒരു കാരണം. അപ്പൊ അവിടെ നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിയയുടെ ഒരു ആഴവും കട്ടിയും കാനൊക്കെ നമുക്കത് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഇതേ സന്ദർഭത്തിൽ റിച്ചാർഡ് ഡോക്കിൻസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു IS ഭീകരന്റെ, ഒരു കൗമാരക്കാരനായ IS ഭീകരന്റെ ചിത്രം പോസ്റ്റ് ചെയ്യുന്നു. ഇവനും ഒരു കുട്ടിയായിരുന്നു എന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നത്. പിന്നീട് അത് ഭയങ്കരമായി കൊണ്ട് വിവാദമാവുകയും അദ്ദേഹം അതിന് കുറെ ന്യായീകരണം പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ വിഞ്ചെസ്റ്ററിലെ ഒരു കത്തീഡ്രലിലെ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം. അപ്പൊ ഞാനിപ്പോ ഒരു പള്ളിയുടെ മുമ്പിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ക്രൈസ്തവ പള്ളി, അതിൽ നിന്ന് കേൾക്കുന്ന മണിനാദം, അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹം പറയുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ അക്രമാസക്തമായി കൊണ്ടുള്ള ശബ്ദമായിട്ട് അള്ളാഹു അക്ബറിനേക്കാൾ എനിക്ക് ഇത് ആനന്ദം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ട്വീറ്റ് എഴുതുന്നുണ്ട്. ഇങ്ങനെ നിരന്തരമായിക്കൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇസ്ലാം വിമർശനങ്ങളോട് ഒരിക്കലും ഒരു മുസ്ലിമിന് ഒരിക്കലും ഒരു തരത്തിലുള്ള അസഹിഷ്ണുതയില്ല. അത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ഇസ്ലാം അതിന് പേരിൽ സംവാദങ്ങളും എഴുത്തുകുത്തുകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് എന്നുള്ളത് നമ്മൾ പറയുന്ന റിച്ചാർഡ് ഡോക്കിൻസ് ഈ തരത്തിൽ ഇസ്ലാമാണ്, മതമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, അതിൽ പ്രത്യേകിച്ച് ഇസ്ലാം എന്നുള്ളത് ഏറ്റവും വലിയ പ്രശ്നമായി തിന്മകളുടെ എല്ലാ സ്രോതസ്സുമായി കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചോ. ചിലപ്പോൾ അദ്ദേഹം വിമർശിക്കുന്നത് ഇസ്ലാമിനെ പഠിച്ചിട്ടും അറിഞ്ഞിട്ടുമാണ്. അദ്ദേഹം പറയുന്നതല്ല. അദ്ദേഹത്തിന് സംബന്ധിച്ചത് അദ്ദേഹം ഖുർആൻ വായിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണയില്ല. എന്നിട്ട് അദ്ദേഹം എത്തുന്ന തീർപ്പ് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇസ്ലാമാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നൊരു തീർപ്പിൽ അദ്ദേഹം എത്തുന്നു എന്നുള്ളതാണ്. ഇതാണ് അവരുടെ അക്കാദമികമായ നിലവാരം എന്നുള്ളതാണ് ഞാൻ ഇതിനോട് ചേർത്ത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു സത്യസന്ധതയും ഇല്ലാതെ, ഇസ്ലാമിനെ പഠിക്കാതെ, ഇസ്ലാമാണ് ഏറ്റവും വലിയ തിന്മകളുടെ എല്ലാ സ്രോതസ്സും എന്നൊരു തീർപ്പിലേക്ക് ഇവർ എത്തിച്ചേരുകയും അവിടെ ഉണ്ടായിരുന്ന ഇസ്ലാമോഫോബിയെ വളർത്തുകയും വികസിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ ന്യൂ എയ്ത്തീസത്തിന്റെ തരംഗം അത് കൂടുതലായിക്കൊണ്ട് വളർച്ച പ്രാപിച്ചത് എന്നുള്ളതാണ്. അപ്പോ ഇതിനെ തുടർന്ന് ഇതിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഒരുപാട് സംഘടനകളും അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ആളുകളും ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിലും ഈ ന്യൂ എയ്ത്തീസത്തിന് വലിയ പ്രചാരം ലഭിക്കുകയും അവരുടെ പുസ്തകങ്ങൾ, ഈ പറഞ്ഞ വ്യക്തികളുടെ പുസ്തകങ്ങളും ആശയങ്ങളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാനും അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമുകളും നമ്മുടെ കേരളത്തിൽ തയ്യാറായി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്കറിയാം, കേരളത്തിലെത്തുമ്പോൾ എന്തെല്ലാം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എന്തെല്ലാം അപജയങ്ങൾ ഇവിടെ പറയുന്ന നമ്മൾ ഈ ന്യൂ എയ്ത്തീസത്തിന് നമ്മൾ പാശ്ചാത്യ ലോകത്ത് ഉത്ഭവിച്ചപ്പോൾ ഉണ്ടായി എന്ന് നമ്മൾ പറയുന്നുണ്ടോ, അതെല്ലാം കേരളത്തിലും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതിലൊന്നാമതായി നമ്മൾക്കറിയാം, കേരളത്തിലൊരു യുക്തിവാദ പ്രസ്ഥാനം എന്നുള്ളത് സഹോദരൻ അയ്യപ്പനിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. അതിന് വലിയൊരു പാരമ്പര്യമുണ്ട്.
അതിനെക്കുറിച്ച് നമ്മൾക്കറിയാം. പക്ഷേ ഈ ന്യൂ എയ്ത്തീസത്തിന്റെ മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ഇതിന്റെ പലപ്പോഴും നമുക്കറിയാം ഇടതുപക്ഷത്തോട് ചേർന്നിട്ടാണ് ഈ പറയുന്ന ഇവിടെയുള്ള യുക്തിവാദ പ്രസ്ഥാനങ്ങൾ എപ്പോഴും സഞ്ചരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ കടന്നുവരവോടുകൂടി, ന്യൂ എയ്ത്തീസത്തിന്റെ കടന്നുവരവോടുകൂടി ഇത് വലതുപക്ഷത്തേക്ക് ചുവട് മാറ്റുന്നതായിക്കൊണ്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, വളരെ വ്യക്തമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അതിൽ സി രവിചന്ദ്രനെ പോലുള്ള എസൻസ് ഗ്ലോബൽ, അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന ഒരു ധാരയാണ് ഇത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വസ്തുത എന്നുള്ളത് ഇവിടെയുള്ള ഇസ്ലാമോഫോബിയെ ഊട്ടി ഉറപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഇവിടെയുള്ള നവനാസ്തികർ ഏർപ്പെട്ടത്. ഇന്നൊരു പക്ഷേ എന്നോട് ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഏതാണ്? നമുക്ക് തീർച്ചയായും കുറെ വർഗീയ പാർട്ടികളുടെയും വർഗീയത പ്രചരിപ്പിക്കുന്ന കുറെ ആളുകളുടെയൊക്കെ പേര് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം. പക്ഷെ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെറുപ്പും വിദ്വേഷവും ഉൽപ്പാദിപ്പിക്കുന്ന സൈബർ ഇടങ്ങളായിക്കൊണ്ട് ഈ നവനാസ്തികരുടെ പ്ലാറ്റ്ഫോമുകൾ മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊരു വലിയൊരു ഓഡിയൻസ് ഉണ്ട്. ഈ ഓഡിയൻസ് സൃഷ്ടിക്കപ്പെട്ടത് ഇതിന്റെ ഒരു നവീനത കൊണ്ടാണ്. ഞാൻ പറഞ്ഞു ഇടതുപക്ഷത്തോട് ചേർന്നാണ് ഇവിടെയുള്ള നാസ്തിക പ്രസ്ഥാനങ്ങൾ സഞ്ചരിച്ചത്. പക്ഷേ ഈ ന്യൂ എയ്ത്തീസം, പ്രത്യേകിച്ച് രവിചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ രൂപപ്പെട്ടതോടുകൂടി ഇവരെ സംബന്ധിച്ചിടത്തോളം വലതുപക്ഷത്തോടായിരുന്നു ഇവരുടെ ചായ്വ്. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ അതിനു മുമ്പ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരിതിലൊരു നവീനതയുണ്ട്, ഒരു പുതുമയുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾ ഇപ്പോഴും ഈ പറഞ്ഞ ആളുകളുടെ ചാനലുകളും അവരുടെ പ്ലാറ്റ്ഫോമുകളൊക്കെ പരിശോധിച്ചാൽ അവര് മതവും അന്ധവിശ്വാസവും മതവിമർശനവും മതവിരോധവും ഇത് മാത്രമല്ല അവർ ചർച്ച ചെയ്യുന്നത്. യോഗ, മലയാളിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും അവർ ചർച്ച ചെയ്യുന്നുണ്ട്. യോഗ, ജൈവ കൃഷി, അതുപോലെ തന്നെ പ്രകൃതി ചികിത്സ, ആയുർവേദം, ഹോമിയോപ്പതി, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, അപഗ്രഥിക്കുകയും അറ്റാക്ക് ചെയ്യുകയും വിമർശന വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു വലിയൊരു ഓഡിയൻസ് അതിലൂടെ രൂപപ്പെടുകയും സ്വാഭാവികമായും ഈ വലിയൊരു ഓഡിയൻസിലൂടെ ഇവരുടെ മതവിരുദ്ധ പ്രചാരണങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചു, ഏതെങ്കിലും ഒരു മതത്തിന് മാത്രം വിമർശനത്തിൽ ഇമ്മ്യൂണിറ്റി നൽകണമെന്നൊന്നും ആർക്കും വാദമില്ല. പക്ഷെ മതവിമർശനത്തിന്റെ മറവിലൂടെ ഇസ്ലാം വെറുപ്പ് നിരന്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. അപ്പൊ നവനാസ്തികത കേരളത്തോട് ചെയ്യുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് നമ്മൾക്ക് പറയാവുന്ന ഏറ്റവും വലിയൊരു ഉത്തരം എന്നുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെതായ ഒരു സവിശേഷത കേരളത്തിനുണ്ട്. ഫാഷിസത്തെ പ്രതിരോധിക്കുന്നതിലും ഈ ഹിന്ദുത്വ ആശയങ്ങൾക്ക്, സംഘപരിവാർ അജണ്ടകൾക്ക് മണ്ണൊരുക്കുന്നതിലും ഏറെ പ്രതിരോധം തീർത്ത ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടുത്തെ മത സമൂഹങ്ങൾ തമ്മിലുള്ള മൈത്രിയും അവർ തമ്മിലുള്ള സാഹോദര്യവും വളരെ സവിശേഷവും അതുപോലെ തന്നെ ഏറെ പ്രശംസനീയവുമായ ഒന്നാണ്. അതിനെ വിഷലിപ്തമാക്കുന്ന, ആ മൂല്യങ്ങളെ മുഴുവൻ തച്ച് തകർക്കുന്ന രൂപത്തിലേക്കുള്ള എന്താ പറയുക പ്രചരണങ്ങളാണ് ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് വെച്ചാൽ മുസ്ലിങ്ങൾ ഇപ്പോൾ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾക്കറിയാം കോളാമ്പി, അതുപോലെ തന്നെ എസൻസ് ഗ്ലോബൽ, ന്യൂറോൺസ്, അതുപോലെ തന്നെ ആന്റി വൈറസ്, ഇങ്ങനെ കുറച്ച് പ്ലാറ്റ്ഫോമുകൾ മാത്രം നമ്മൾ എടുത്തു നോക്കാം. അതിലൊരു 80% വീഡിയോയും മുസ്ലിങ്ങളെ പൈശാചികവൽക്കരിക്കുന്നതും ഭീകരവൽക്കരിക്കുന്നതുമായിരിക്കും. കൈവെട്ടുക, തല വെട്ടുക, അതുപോലെ തന്നെ കയ്യും കാലും വെട്ടുക, പിന്നെ ജിഹാദി, അടിമഭോഗി, ഇങ്ങനെ അവർ രൂപപ്പെടുത്തിയ ഭാഷയും സംസ്കാരവും, അഥവാ മതവിമർശനത്തിന് അവർ രൂപപ്പെടുത്തിയ ഭാഷയും സംസ്കാരവും ഒരു പക്ഷേ ഈ പറഞ്ഞ അങ്ങേയറ്റത്ത് ഇസ്ലാം വെറുപ്പുള്ള ഈ സാം ഹാരിസും റിച്ചാർഡ് ഡോക്കിൻസിനൊക്കെ കടത്തി വെട്ടുന്ന ഒന്നാണ് എന്നുള്ളതാണ്. അഥവാ അവർ പറഞ്ഞു വരുന്ന, ചിലപ്പോൾ നമ്മൾ അവരുടെ വീഡിയോകൾ നമ്മളിങ്ങനെ മുഴുവനായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ ഒരാൾ പൂർണ്ണമായി സ്വീകരിച്ചാൽ അയാളിൽ നിന്ന് ഒരു നന്മ പോലും പുറത്തു വരില്ല. എന്തെങ്കിലും നന്മ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തെക്കിയുടെ ഭാഗമാണ്. ഈ രൂപത്തിലുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിച്ചു. ഒരു രവിചന്ദ്രനല്ല, ഒരുപാട് രവിചന്ദ്രന്മാരെ അവർ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും വലിയ ഉദാഹരണം, ഇപ്പൊ അവരെ പലപ്പോഴും വിളിക്കാറുള്ളത് നമ്മളല്ല, ഈ യുക്തിവാദ ഭൂമികയിൽ തന്നെ നിലകൊള്ളുന്ന നമ്മൾ പറയുന്ന ഇപ്പോ ഡോക്ടർ വിശ്വനാഥ് ഇദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോസ് എടുത്ത് അനലൈസ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം യുക്തിവാദിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിന്റെ പ്രധാനപ്പെട്ട ആളാണെന്ന് എൻ്റെ അറിവ്. അപ്പോൾ ഇദ്ദേഹം ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ഈ നവനാസ്തികതയുടെ ആചാര്യനായി പ്രധാനപ്പെട്ട വ്യക്തിയായി നമ്മൾ കാണുന്ന സി രവിചന്ദ്രന്റെ വീഡിയോസ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്യുന്നുണ്ട്. അതിൽ കുടിയേറ്റവും കലാപവും എന്നുള്ള ഒരു വീഡിയോ അദ്ദേഹം എന്ത് അനലൈസ് ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പറയും. പക്ഷെ അദ്ദേഹം ഈ കമന്റ് ബോക്സ് അദ്ദേഹം ഇങ്ങനെ വായിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു പ്രതികരണമുണ്ട്. ആ പ്രതികരണം എന്നുള്ളത് ഇദ്ദേഹം ഉണ്ടാക്കിയിട്ട കൾട്ട്, ഇദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഫോളോവേഴ്സിന്റെ വിഷലിപ്തമായ മനസ്സ്, അതിൻ്റെ ഒരു വലിപ്പം കണ്ട്, അതിൻ്റെ ഒരു പ്രശ്നം കണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് അത്തരം ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിലനിൽക്കുന്ന മതേതരത്വത്തിന്റെ അല്ലെങ്കിൽ പരസ്പരമുള്ള മൈത്രിയെ അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു പരിപാടികളാണ് അല്ലെങ്കിൽ ഏർപ്പാടിലാണ് ഇവിടെയുള്ള നവനാസ്തികർ എന്ന് പറയുന്നവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവരതിനെ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ
പലർക്കും ഇസ്ലാമിനെ വിമർശിക്കാൻ പേടിയാണ്, ഞങ്ങൾക്ക് ആ ഭയമില്ല. ഇതാണ് അവരെന്ത് ചെയ്യുന്നത്, പലപ്പോഴും ഇത് ന്യായീകരണം പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ അവർ പലപ്പോഴും തെറി പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ സത്യത്തിൽ ഇവിടെയുള്ള ഒരു ചരിത്രത്തെ നിഷേധിക്കുകയാണ്. ഇതിനു മുമ്പ് ഇസ്ലാം ഇവിടെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു പക്വമായ അതിൻ്റെതായ ഒരു ഭാഷയും ശൈലിയും ഉണ്ട്. പക്ഷെ അതിനെ മുഴുവൻ ഭേദിക്കുന്ന പരിഹാസത്തിന്റെയും വെറുപ്പിന്റെയും മാത്രം സംസാരങ്ങൾ ഉണ്ടാകുന്ന രൂപത്തിലാണ് ഈ പറയുന്ന നവനാസ്തികത പ്രബോധനങ്ങൾ, ഇസ്ലാമിന് നേരെയുള്ള മത വിമർശനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പൊ CANRC അതിൽ അദ്ദേഹം നടത്തിയ ഇപ്പോൾ ഈ നവനാസ്തിക സംഘങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ പരിശോധിക്കുക. അതുപോലെ തന്നെ ചെങ്കിസ് ഖാൻ, അത് വലിയൊരു ഉദാഹരണമാണ്. ചെങ്കിസ് ഖാൻ അതൊരു അദ്ദേഹം പരിഹസിക്കപ്പെടുന്നതിന് കാരണമായെങ്കിലും അദ്ദേഹത്തിന്റെ ഇസ്ലാം വെറുപ്പ് കൂടിയാണ് അത് നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നത്. ചെങ്കിസ് ഖാൻ നടത്തിയ ക്രൂരതകൾ, ചെങ്കിസ് ഖാൻ മുസ്ലിം ആണെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ചെങ്കിസ് ഖാൻ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, വിമർശിക്കുന്നത്. അത് ഭയങ്കരമായിക്കൊണ്ട് പിന്നീട് അദ്ദേഹത്തിന് പറ്റിയ വലിയ അബദ്ധത്തെ എല്ലാവരും പരിഹസിക്കുകയും അദ്ദേഹം ഒരു പരിഹാസ്യനാകുന്നതിനുള്ള ഒരു വലിയ കാരണവുമായി മാറിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എതിർപക്ഷത്ത് മുസ്ലിങ്ങളാണ്. ഇപ്പോൾ അവരെത്തിച്ചേർന്ന് ഞാൻ പറഞ്ഞു സയനിസ്റ്റ് പ്രേമം, അത് സ്വാഭാവികമായി ഇസ്ലാം വിരുദ്ധതയിൽ നിന്നുണ്ടാകുന്നതാണ്. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു രണ്ടാമതൊരു അഭിപ്രായം ഫലസ്തീന്റെ കാര്യത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ രൂപത്തിൽ നമ്മുടെ മലയാളി മനസ്സിനെ പോലും പാകപ്പെടുത്തുന്നതിൽ ഈ പറയുന്ന നവനാസ്തികർക്ക് ഒരുപാട് പങ്കുണ്ട്. ജൂതർ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളെക്കുറിച്ചോ ഈ സയനിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂര ഹത്യകളെക്കുറിച്ചോ അവിടുത്തെ ഫലസ്തീനി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊല വിളിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചോ അദ്ദേഹത്തിന് യാതൊരു പ്രശ്നമോ പരാതിയോ അവിടെ മാനവികതയോ മനുഷ്യത്വ പ്രശ്നമല്ല. മറിച്ച് അതിന് ഫലസ്തീനികൾ തീർത്തുകൊണ്ടിരിക്കുന്ന പ്രതിരോധം, അത് ജിഹാദും ഭീകരവാദത്തിന്റെ അക്കൗണ്ടിലേക്ക് അദ്ദേഹം വരവ് വെക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിപ്പിക്കുന്ന ആ രൂപത്തിലുള്ള നരേഷനുകൾ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ ഈ നവനാസ്തികർക്കിടയിൽ പ്രചരിപ്പിക്കാനും അതിനെ ഏറ്റുപിടിക്കുന്നവരും നിരന്തരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ. ഈ രൂപത്തിലുള്ള നരേഷനുകളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ നവനാസ്തികത എന്നുള്ളത് ഈ പറയുന്ന സംഘപരിവാരത്തിന്റെ ഒരു ബി ടീമായി പ്രവർത്തിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്തേണ്ടത്. കാരണം യുക്തിവാദി ഭൂമികയിൽ നിന്ന് തന്നെ അവർക്കുള്ള വിമർശനം ഇവരൊരു സവർക്കറേറ്റ് യുക്തിവാദികളാണെന്നുള്ളതാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഹിന്ദുത്വക്ക് ഇപ്പോൾ യുക്തിവാദമായിട്ട് ഒരു പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. കാരണം ഈ പറയുന്ന ഗോഡ്സെയും അതുപോലെ തന്നെ സവർക്കറും അവരൊക്കെ യുക്തിവാദികളായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വക്ക് ഈ പറയുന്ന യുക്തിവാദത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഇല്ല. അതുകൊണ്ടാണ് അവരും കൂടി ഉൾക്കൊള്ളണമെന്ന് ഇവിടെ BJPയുടെ ഒരു പ്രധാനപ്പെട്ട വക്താവ് കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അദ്ദേഹം ഈ ഹിന്ദുത്വ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഭാഷണം നടത്തുന്നത്, ഞാൻ ഒരു വ്യക്തിയെ മാത്രം ഉദ്ദേശിക്കല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പ്രഭാഷണ പരമ്പരകളിൽ ഹിന്ദുത്വയെ കുറിച്ച് അദ്ദേഹം നടത്തുന്ന പ്രഭാഷണ പരമ്പര, അതിൽ അദ്ദേഹം ഒരു പ്രശ്നം എന്താ വെച്ചാൽ, എങ്ങനെയാണ് സംഘപരിവാർ ഇന്ത്യ എന്ന ആശയത്തെ നശിപ്പിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും വലിയ ഭീഷണിയായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഫാഷിസം, അദ്ദേഹം അതിന് നൽകുന്ന ഒരു അദ്ദേഹം അതിനിങ്ങനെ വളരെ നിസാരവൽക്കരിക്കുകയാണ്. നിസാരവൽക്കരിച്ചു എന്ന് മാത്രമല്ല, അവസാനം അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, കേരളത്തിലെ ഏറ്റവും വലിയ അപകടം ആരാണ്? മാർക്സിസ്റ്റുകളും ഇസ്ലാമുമാണ് എന്നാണ് അദ്ദേഹം അവസാനം പറഞ്ഞു വെക്കുന്നത്. ഹിന്ദുത്വത്തെ കുറിച്ചുള്ള ഒരു പ്രസംഗത്തിൽ പോലും അദ്ദേഹം പറയുന്നത് ഇതൊന്നല്ല ഇവിടെ വലിയ അപകടം, ഇവിടെ ഇസ്ലാമും അതുപോലെ തന്നെ ഈ പറയുന്ന മാർക്സിസവുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ സംഘപരിവാരത്തിന് അനുകൂലമായി കൊണ്ടുള്ള എല്ലാ കോണ്ടന്റുകളും അദ്ദേഹം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നുള്ളത്. ഈ രൂപത്തിൽ മുസ്ലിങ്ങളെ പൈശാചികവൽക്കരിക്കുന്ന, ഭീകരവൽക്കരിക്കുന്ന, അവരിൽ നിന്നൊരു നന്മയും ലഭിക്കപ്പെടാത്ത അസഹിഷ്ണുക്കളായി അവരെ ചിത്രീകരിക്കുന്നു. ഇനി എന്തെങ്കിലും ലഭിച്ചാൽ തന്നെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, തക്കിയയാണ് എന്ന രൂപത്തിൽ ചിന്തിപ്പിക്കുന്ന ഒരു സമൂഹത്തെ, ഫോളോവേഴ്സിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, സൃഷ്ടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മാരകമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രതിസന്ധി എന്നുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിലനിന്നിരുന്ന മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ അങ്ങനെ നിലനിൽക്കേണ്ടത്, അതുപോലെ തന്നെ ഇവിടെ നിലനിന്നിരുന്ന നമ്മൾ പരസ്പരം പുലർത്തിയിരുന്ന സാഹോദര്യത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ ആ കാഴ്ചപ്പാടുകൾ നിലനിൽക്കേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ആശയങ്ങളെ എതിർക്കേണ്ടത് ഏറ്റവും വലിയ അനിവാര്യതയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. ആ ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത്. ഇതൊരു മതവിമർശനത്തിനോ ആശയവിമർശനമോ ആയിട്ടല്ല നമ്മൾ ഇതിനെ തിരിച്ചറിയേണ്ടത്. ഇതൊരു വെറുപ്പിന്റെ വ്യാപാരമാണ് ഇവർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ മതേതരത്തിനുണ്ടാക്കാവുന്ന ഡാമേജ്, അത് ഇവിടുത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ നമ്മൾക്കറിയാം. ഒരു വംശഹത്യയുടെ വക്കീലാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നാണ് പഠനങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ കൂടുതൽ
അവരെ വംശീയമായി ഉന്മൂലനം ചെയ്യുന്നതിന് ഒരു സമൂഹത്തെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് സത്യത്തിൽ ഇവരുടെ പ്രബോധനങ്ങൾ മൂലം, നിരന്തരമായ സംസാരങ്ങൾ മൂലം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ തിരിച്ചറിവാണ് ഇവരെ വളരെ വ്യക്തമായിക്കൊണ്ട് പ്രതിരോധിക്കാനും അവർക്കെതിരെ അവരുടെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള വെറുപ്പിന്റെ വ്യാപാരത്തെ തടയിടാനും നമ്മളെ ഓരോരുത്തർ സജ്ജരാക്കേണ്ടത് എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ആ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. നാഥൻ അനുഗ്രഹിക്കട്ടെ. അഹ്ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.